എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ചിക്കൻ സ്റ്റൂ ആണ്. അപ്പത്തിനും കള്ളപ്പത്തിനും ഒക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റിയ ഈ ഒരു ചിക്കൻ സ്റ്റൂ വളരെ സ്വാദിഷ്ടമായിട്ട് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ചിക്കനാണ്. ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു മാരിനേഷനാണ് ആദ്യമേ ചെയ്തെടുക്കേണ്ടത്. ഇതേ രീതിയിൽ ചിക്കൻ സ്റ്റൂ തയ്യാറാക്കുമ്പോഴാണ് വളരെ തന്നെ നല്ല സ്വാദ് കിട്ടുന്നതും. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ ആവശ്യമായ മസാലകളൊന്ന് ചതച്ചെടുക്കണം. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഇത്രയും മസാലകൾ ചിക്കനിലേക്ക് ചതച്ച് ചേർത്ത് കഴിഞ്ഞാൽ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു സ്പൂൺ അളവിലെ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്ത് ചിക്കൻ നല്ലതുപോലെ തിരുമ്മി ഒന്ന് അരമണിക്കൂർ നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചു കൊടുക്കാം. ഇനി ചിക്കൻ ഒപ്പം വേവിച്ചെടുക്കാനായിട്ട് ഉരുളക്കിഴങ്ങും ക്യാരറ്റും 2 സവാള കൂടെ നമുക്കിതിലേക്ക് ആവശ്യമുണ്ട്. ഇനി ചിക്കൻ സ്റ്റൂവിന് നല്ല കൊഴുപ്പ് കിട്ടുന്നതിനായിട്ട് 20 ബദാം നമുക്കൊന്ന് കുതിർത്തി അരച്ച് വെക്കണം. കൂടെ തന്നെ ഒരു നാളികേരം തിരുമ്മി പാല് കൂടെ പിഴിഞ്ഞു വെക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ നന്നായിട്ട് തന്നെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാകും. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ അളവിലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് മസാലകളും നമ്മൾ ഇതിലേക്ക് നേരത്തെ കാണിച്ച സവാളയും പച്ചമുളകും കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ കളർ നഷ്ടപ്പെടാതെ വേണം വഴറ്റിയെടുക്കാനായിട്ടും. സവാളയൊക്കെ സോഫ്റ്റ് ആയിട്ട് വാടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചിക്കനും കൂടി ചേർത്തിട്ട് വേണം ഒന്നുകൂടെ വഴറ്റിയെടുക്കാനായിട്ടും. വഴറ്റുന്ന ചിക്കനിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് നേരം ഒന്ന് മൂടിയും കൂടെ വെച്ച് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് നേരം മൂടി വെച്ച ചിക്കൻ പീസുകളിലേക്ക് 2ാം പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 2ാം പാല് 500 മില്ലി അളവിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു 2ാം പാലിലേക്ക് ഒരു സ്പൂൺ അളവിൽ കോൺഫ്ലോർ കൂടെ കലക്കിയിട്ട് വേണം നമുക്കിതിലേക്ക് ചേർക്കാനായിട്ട്. 2ാം പാലിൽ കിടന്ന നല്ലതുപോലെ ചിക്കൻ വെന്ത് കുറുകിയ പാകത്തിലേക്ക് ആയി കഴിഞ്ഞാൽ 250 മില്ലി അളവില് 1ാം പാൽ ഇതിലേക്ക് ബദാം പരിപ്പ് കൂടെ അരച്ച് ചേർത്തിട്ടുണ്ട്. ഇനി പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ അളവില് ഗരം മസാലപ്പൊടിയും ഒരു ടീസ്പൂൺ അളവില് കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും നല്ലൊരു സ്വാദിനായിട്ട് ഒരു ടീസ്പൂൺ അളവില് മിൽക്ക് മെയ്ഡ് കൂടി ചേർത്തതിന് ശേഷം കുറച്ച് നെയ്യില് കാഷ്യൂസും റൈസിൻസും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തൊന്ന് വറുത്തെടുത്തതിന് ശേഷം സ്റ്റൂവിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ കാറ്ററിംഗ് സ്പെഷ്യൽ ചിക്കൻ സ്റ്റൂടെ റെഡിയാണ്. വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.